ബി.ജെ.പി. പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള ഉറപ്പുകളെല്ലാം നുണകളാണെന്ന് വിളിച്ചു പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികൾ. ബി.ജെ.പിയുടെ പ്രകടന പത്രികയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയത്. ഒരിക്കലും ഇത് വിശ്വസിക്കാൻ സാധിക്കില്ലെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമെല്ലാം പ്രകടന പത്രികയിൽ ബി.ജെ.പി. അവഗണിച്ചുവെന്നും പ്രതിപക്ഷം തുറന്നടിക്കുന്നുണ്ട്. ദരിദ്രർ, യുവജനത, കർഷകർ, സ്ത്രീകൾ എന്നിവരെ ഉൾക്കൊള്ളിച്ചതാണ് പ്രകടന പത്രികയെന്നാണ് ബി.ജെ.പി. അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് പുറത്തുവിട്ടത്. തന്റെ സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും രാജ്യത്തെല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടത്തുമെന്നും ഉറപ്പു നൽകുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാണാനേയില്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ബി.ജെ.പി. ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ സഖ്യത്തിന്റെ പ്ലാൻ വളരെ വ്യക്തമാണ്. 30 ലക്ഷം ഒഴിവുകളിലേക്ക് സ്ഥിരം ജോലി നൽകും. വിദ്യാഭ്യാസമുള്ള എല്ലാ യുവാക്കൾക്കും 1 ലക്ഷം രൂപ നൽകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. ഇത്തവണ യുവജനത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലയിൽ വീഴാൻ പോകുന്നില്ല. രാജ്യത്താകെ കോൺഗ്രസിന്റെ കൈകൾ ശക്തമാക്കുമെന്നും അതിലൂടെ തൊഴിൽ വിപ്ലവം കൊണ്ടുവരുമെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ബി.ജെ.പിയുടെ പ്രകടന പത്രികയെ പരിഹസിച്ചു. നാണം കെട്ട പ്രകടന പത്രികയാണ് ബി.ജെ.പിയുടേത്. അവരുടെ യഥാർത്ഥ പ്രകടന പത്രിക ഭരണഘടന മാറ്റുന്നതാണെന്നും പ്രിയങ്ക തുറന്നടിച്ചു. ബി.ജെ.പിയാണ് രാജ്യത്തിനെതിരെയുള്ള എല്ലാ ഗൂഢാലോചനകളും ആരംഭിക്കുന്നത്. അതുപോലെ സമൂഹത്തിനും ജനാധിപത്യത്തിനുമെതിരെ അവർ ഗൂഢാലോചന നടത്തുന്നു. ഭരണഘടനയ്ക്ക് മുന്നിൽ നിന്നാണ് ഈ നേതാക്കൾ പലതും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ അതേ ആളുകൾ ഭരണഘടനയെ തകർക്കാനുള്ള തിരക്കഥയാണ് തയ്യാറാക്കുന്നത്. പൂർണ്ണമായ അധികാരം ലഭിച്ചാൽ അവർ ഭരണഘടനയെ ആക്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്. ബാലാസാഹേബ് അംബേദ്കറുടെ ഭരണഘടന ഇന്ത്യയുടെ ആത്മാവാണ്. ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം. രാജ്യത്തെ ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നവരെ നമ്മളാണ് മാറ്റേണ്ടതെന്നും പ്രിയങ്ക ട്വീറ്റ് ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മോദിക്കെതിരെ രംഗത്തു വന്നു. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന യാതൊന്നും മോദി ചെയ്യുന്നില്ല. ബി.ജെ.പിയുടെ പ്രകടന പത്രികയെ ആരും വിശ്വസിക്കുന്നില്ലെന്നും ഖാർഗെ പറയുന്നുണ്ട്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും മോദി പറഞ്ഞു. താങ്ങുവിലയും വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞു. ഇതെല്ലാം വെറും ഗ്യാരണ്ടികൾ മാത്രമാണ്. അത്തരം കാര്യങ്ങളൊന്നും മോദി ചെയ്യില്ലെന്നും ഖാർഗെ തുറന്നടിച്ചു. അതേസമയം കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്തെ അടിമുടി മാറ്റിയെന്നാണ് ബി.ജെ.പി. നേതാവ് ജെ.പി. നദ്ദ പറയുന്നത്. ഉജ്ജ്വല പദ്ധതിക്ക് കീഴിൽ ഇന്ന് രാജ്യത്ത് 10 കോടിയിലധികം ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്തു. രാജ്യത്തുടനീളം 11 കോടിയിലധികം ഇസത് ഘർ നിർമ്മിച്ചു. ഡോക്ടർ അംബേദ്കറുടെ പാത പിന്തുടർന്ന് ഭാരതീയ ജനസംഘത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിലൂടെ ഭാരതത്തിൽ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ തങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നും ജെ.പി. നദ്ദ പറഞ്ഞിരുന്നു. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് 6G കണക്ടിവിറ്റി, അന്താരാഷ്ട്ര തലത്തിൽ രാമായണ മഹോത്സവം, രാജ്യത്തെ തെക്കും വടക്കുമായി ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ, വനിതാ സംവരണ നിയമം നടപ്പാക്കും, മുദ്രാ വായ്പാ പരിധി 20 ലക്ഷമാക്കും, മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും, അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ തുടങ്ങിയവയാണ് ബി.ജെ.പിയുടെ പ്രഖ്യാപനത്തിലുള്ളത്. 70 വയസ്സു കഴിഞ്ഞാൽ 5 ലക്ഷം വരെ സൗജന്യ ചികിത്സ. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഭിന്നശേഷിക്കാർക്ക് PM ആവാസ് യോജന വഴി വീടുകൾ നൽകും. പുതിയ ക്രിമിനൽ നിയമം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും. വൈദ്യുതി ബിൽ 0 പുരപ്പുറ സോളാർ പദ്ധതി വ്യാപകമാക്കുമെന്നും ബി.ജെ.പി. വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നു.